ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴിയിൽ നമ്മൾ ചേറ്റുവ പുഴയുടെ സൈഡിലൂടെ ഒരു റോഡുണ്ട് കേട്ടോ. അപ്പോൾ ആ റോഡിലൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ രണ്ട് ചേട്ടന്മാർ കക്ക എടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളക്കക്കയും കറുത്ത കക്കയായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് കറുത്ത കക്ക വാങ്ങിയിട്ട്, അപ്പോൾ ഒരു ബക്കറ്റ് കറുത്ത കക്കയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഇത്രത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ആ കക്ക വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തിനാണ് ഈ കക്ക വെള്ളത്തിലിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ചെളിയും മണ്ണൊക്കെ ആ കക്ക പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളത്തിലിടണേ. അപ്പം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഇത് കഴുകിയപ്പോൾ നല്ലതുപോലെ ചെളിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം കഴുകുന്ന വീഡിയോ മാത്രമാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2-3 തവണ കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം കഴുകിയതിന് ശേഷമുള്ള വെള്ളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈം കഴുകിയപ്പോഴുള്ള വെള്ളം. അപ്പോൾ ഞാനൊരു 4 തവണ കഴുകി. അതിന് ശേഷം കക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ പിടിപ്പിച്ചു. നമ്മൾ പുറത്താണ് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, നല്ലതുപോലെ ഗ്യാസ് വേണ്ടി വരും. അപ്പോൾ അത് കാരണം പുറത്താണ് കേട്ടോ കക്ക പുഴുങ്ങാൻ വെച്ചത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ചിലതൊക്കെ വാ തുറന്ന് വരുന്നുണ്ട്, കുറച്ചുകൂടെ വാ തുറക്കാനുണ്ട്. വാ തുറക്കാനുള്ളതൊക്കെ നമ്മളിങ്ങനെ താഴ്ത്തി വെക്കുന്നുണ്ട്, കുറച്ച് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കക്കയിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിത് കക്ക പുഴുങ്ങാൻ വെക്കുമ്പോൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതൊക്കെ കക്കയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ കക്കയും നല്ലപോലെ വാ തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം അതിലത്തെ അറയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അരിപ്പക്കൊട്ടയിലേക്കാണ് ഊറ്റി മാറ്റണത്. കുറച്ച് കക്ക മാത്രമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പൂറ്റി എടുത്തിട്ടുള്ളൂ. ഇത് അറ എടുത്തതിന് ശേഷം വേണം ഇനി അടുത്ത ട്രിപ്പ് കക്ക അറ എടുക്കാനായിട്ട്. അപ്പം ഞാനും കുഞ്ഞോളും ചേച്ചിയും എല്ലാവരും കൂടിയിട്ടാണ് കക്ക അറ എടുക്കണേ. ഈ അറ എടുത്തത് കുറച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഭയങ്കര ഷോർട്ടാക്കിയേക്കണേ. അപ്പോൾ കക്ക വറുക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് വേണ്ടത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, കറിവേപ്പില, ഇതൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഉരുളിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങളിവിടെ ചെയ്യുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കക്ക വറുക്കാനായിട്ട് ഇപ്പോൾ ഞാനിതിലോട്ട് 2 കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 10 പച്ചമുളക്, വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചുമന്നുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-25 ഉണ്ടാകും. അപ്പോൾ അതും കൂടെ ചതച്ചിട്ടാണ് ഇപ്പോൾ ഇതിലോട്ട് ചേർത്തത് കേട്ടോ. ഇത് നല്ലതുപോലെ മൂത്തതിന് ശേഷം വേണം നമുക്ക് ഇനി ഇതിലോട്ട് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്കയുടെ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് 1.5 തേങ്ങ മുഴുവൻ ചിരകി എടുത്തത്. അപ്പോൾ ക്വാണ്ടിറ്റിയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും മാറ്റം വരും. അപ്പോൾ തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലോട്ട് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വളരെ കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണമല്ലോ. പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ഉള്ളത് കാരണം വളരെ കുറച്ച് എരിവേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 10 പച്ചമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. അത് കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഞാൻ 1 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവൻ ചേർത്തില്ല, അതിൽ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അത് ചേർത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണിക്കാൻ വിട്ടുപോയി. അതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് ഉപ്പാണ്ട കാണിച്ചത്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ കക്ക നല്ലതുപോലെ ഇനി വറുത്ത് കിട്ടണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ 3 ആൾ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ചേട്ടനും ചേച്ചിയും കൂടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇപ്പോൾ ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ കക്ക കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഫ്രൈ ചെയ്ത് കിട്ടണം കേട്ടോ.
അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കണം ആഗ്രഹമുള്ളവർക്ക് കുറച്ചുകൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ കക്ക ഏകദേശം നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്ക നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഇലയിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. കക്കയിലോട്ട് കഴിക്കാനായിട്ട് നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ് നൈറ്റ് വ്ളോഗ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ശരിക്കും നമ്മളെ മോങ്ങൾ നോക്ക്.